ആദ്രീസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് ഗുജറാത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഭവമായ പലഹാരമാണ്. ദാൽ വട എന്നുള്ളതാണ് ഇതിൻ്റെ പേര്. ഈസ്റ്റ് റെസിഡൻസിയിൽ നടത്തപ്പെടുന്ന ഒരു പ്രോഗ്രാമിനോട് അനുബന്ധിച്ചാണ് ഈ ഒരു ദാൽ വട വാങ്ങിക്കുവാൻ ഈ ഒരു കടയിലേക്ക് ഞാൻ എത്തിച്ചേർന്നത്. ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ വിഭിന്നമായ പലഹാരങ്ങളുടെ വിഭവങ്ങൾ നമുക്ക് ലഭ്യമാണ്. പല വീടുകളിൽ നിന്ന് പല ആവർത്തി ഞാനും ദാൽ വട കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗുജറാത്തിൻ്റെ ഈ ഒരു പ്രധാനപ്പെട്ട വിഭവമായ ദാൽ വട ഞാൻ ഏറെ ഇഷ്ടപ്പെടുവാനുള്ള കാരണമെന്ന് പറയുന്നത്. ഈ ഒരു കടയുടെ വലിയൊരു പ്രത്യേകത, നമ്മൾ ഓർഡർ നൽകിയതിന് ശേഷം ലൈവായിട്ട് നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് ഈ ദാൽ വട ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം. ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഈ വ്യക്തിയോട് അനുവാദം ചോദിച്ചു, ഞാനൊന്ന് വീഡിയോ പകർത്തിക്കോട്ടെ. വലിയ സന്തോഷത്തോടു കൂടി വീഡിയോ ചിത്രീകരിക്കാനുള്ള അനുമതി എനിക്ക് നൽകുകയായിരുന്നു. ഏതായാലും ഈ ഒരു അവസരം ഞാൻ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുകയായിരുന്നു. ആള് പാത്രത്തിൽ നിന്ന് ദാൽ വടയ്ക്ക് വേണ്ടിയിട്ട് ഈ ദാലിൻ്റെ വിഭവം ഒരുക്കുന്നത് മുതലുള്ള ഭാഗം ചിത്രീകരിക്കുവാൻ ഞാൻ മറന്നില്ല. നമ്മുടെ കേരള നാട്ടിൽ ഈ ഒരു വിഭവം കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതിൻ്റെ ഒരു ചിത്രീകരണം നടത്തിക്കളയാം എന്ന് ഞാൻ ചിന്തിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത്, ഗുജറാത്തിലെ ധാരാളം ആളുകൾ ഇഷ്ടപ്പെടുകയും സായാഹ്നത്തിൽ ധാരാളം ആളുകൾ ഇതുപോലെയുള്ള ഷോപ്പുകളിൽ വന്ന് ലൈവായിട്ട് ചൂടോടുകൂടി ഈ ദാൽ വിഭവങ്ങൾ വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു രീതിയും പതിവും ഒക്കെയാണുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഗുജറാത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇതുപോലെയുള്ള എണ്ണയിൽ പൊരിച്ച ദാൽ വട പോലെയുള്ള വിഭവങ്ങൾ കൊണ്ട് ഒത്തിരിയേറെ ഷോപ്പുകൾ നിറഞ്ഞു നിൽക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത്. ഇതുപോലെ ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പിലാണ് ഞാനും എത്തി നിൽക്കുന്നത്. ഏകദേശം 5 മിനിറ്റ് സമയം മാത്രം മതി ഇതുപോലെയുള്ള ദാൽ വടകൾ മുരിഞ്ഞു വരുവാനായിട്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട മെറ്റീരിയൽ എന്ന് പറയുന്ന ഗുജറാത്തിൽ തന്നെ ലഭ്യമാകുന്ന ഒരു പ്രത്യേകതരം പരിപ്പും ഉഴുന്നും ഒക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു മിശ്രിതമാണ്. ഈ ഒരു ദാൽ വടയോടുകൂടി നമുക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് പച്ചമുളക് വറുത്തെടുത്തതും ഒപ്പം ഈ ഒരു സവോളയും. എനിക്ക് പാഴ്സൽ ചെയ്യുവാനുള്ള സവോള പോലും ലൈവായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ ദാൽ വടയോടൊപ്പം നമ്മൾ ഈ ഒരു പച്ചമുളക് വറുത്തതും ഒപ്പം സവോളയും കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് വേണം കഴിക്കുവാനായിട്ട്. അങ്ങനെ കഴിക്കുമ്പോൾ മാത്രമാണ് ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നല്ല ഒരു ടേസ്റ്റ് നമുക്ക് ലഭ്യമാകുന്നത്. ഇതാ എനിക്ക് കൊണ്ടുപോകുവാനുള്ള ദാൽ വട റെഡി ആയിരിക്കുകയാണ്. നല്ല മൊരിഞ്ഞ മഞ്ഞ നിറത്തിലുള്ള ദാൽ വട റെഡി ആയിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ ഒരു ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 5-6 മിനിറ്റ് കൊണ്ട് ഇത്രയും ദാൽ വട നമുക്ക് ലഭ്യമായിരിക്കുകയാണ്. ഇതിന് ഞാൻ കൊടുക്കേണ്ടി വന്നത് 200 രൂപ മാത്രമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു വിഭവമാണ് ദാൽ വട.